ഇത് നമുക്ക് കുറച്ച് ഉണക്കച്ചെമ്മീൻ വറുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കച്ചെമ്മീൻ ഇത് വറുത്തതാണ്, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ തലയും വാലുമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അത് കഴുകിയിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി അത് എടുക്കാൻ മറന്നുപോയി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഉപ്പും കൂടെ ചേർത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് വറക്കാം. കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഈ ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോഴത്തേനും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. അതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് നമ്മൾ ആ ചെമ്മീൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വറുത്തെടുത്താൽ അതും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല കിലിയിലാന്ന് വരും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റെസിപ്പി തന്നെയാണ്. അത് തന്നെയല്ല പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്.